നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. കേരളത്തിന്റെ സാമൂഹിക വികസനത്തിനും സാംസ്കാരിക നവോത്ഥാനത്തിനും സമ്പൂർണ്ണ സാക്ഷരതയ്ക്കും വേണ്ടി നിശബ്ദ വിപ്ലവം നടത്തിയ നിത്യസ്മരണീയനാണ് PN പണിക്കർ. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ PN പണിക്കരുടെ ഓർമ്മദിനമായി ഇന്ന് വായനാ ദിനമായി ആചരിക്കുന്നു. മാള ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാല വാർഷിക പൊതുയോഗവും വായനാ ദിനാഘോഷവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വായനാ ദിനത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഗാന്ധി സ്മൃതി തുറന്ന വായനശാല ഒരുക്കി KKTM GGHSS NSS യൂണിറ്റ്. ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷന് സ്നേഹോപകരമായാണ് NSS വളണ്ടിയർമാർ തുറന്ന വായനശാല ഒരുക്കിയത്. കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വായന പക്ഷാചരണ പരിപാടികൾക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. കുളത്തിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. കരൂപ്പടന്ന പെഴുങ്കാട് പനപ്പറമ്പിൽ സിറാജുദ്ദീന്റെ മകൻ സൽമാനുൽ ഫാരിസ് ആണ് മരിച്ചത്. പെഴുങ്കാട് ഗോതമ്പ് കുളത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് 4ഓടെ കുളിക്കാനിറങ്ങിയതായിരുന്നു. നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കൊടകരയിൽ കത്തിക്കുത്ത്, ഒരാൾക്ക് പരിക്ക്. കൊടകര ഉളമ്പത്തുകുന്നിൽ ദേശീയപാതയോരത്തുള്ള വ്യാപാര സ്ഥാപനത്തിന് സമീപം തിങ്കളാഴ്ച രാത്രി 11:30യോടെയായിരുന്നു സംഭവം. മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കമാണ് കത്തിക്കുത്തിലെത്തിയത്. കുത്തേറ്റ മനക്കുളങ്ങര സ്വദേശി വിനോദിനെ അപ്പോൾ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. 2 വയസ്സും 5 മാസവും പ്രായം ആഷ്ലിവിൻ പിടിച്ചുകയറിയത് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും. ന്യൂഡൽഹിയിൽ താമസക്കാരായ ശ്രീനാരായണപുരം പത്താഴക്കാട് സ്വദേശി ചാണാടിക്കൽ വിനീതിന്റെയും ആതിര ഉണ്ണിയുടെയും മകൻ ആഷ്ലിവിൻ 1 വയസ്സും 9 മാസവും പ്രായമുള്ളപ്പോഴാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത്. ദേശീയപാത പുതുക്കാട് സെന്ററിൽ അപകടത്തിൽപ്പെട്ട സ്കൂട്ടറിൽ നിന്ന് വീണ 2 യുവാക്കൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ചാലക്കുടി ഭാഗത്തു നിന്ന് വന്നിരുന്ന സ്കൂട്ടർ സിഗ്നലിൽ വെച്ച് ഇടത്തോട്ട് തിരിച്ചതാണ് അപകടത്തിനിടയാക്കിയത്. സ്കൂട്ടറിന്റെ 2 വശങ്ങളിലുമായി ടാങ്കർ ലോറിയും പിക്കപ്പും കടന്നു പോകുന്നതിനിടെയാണ് അപകടം. കൊരട്ടിയിൽ കിണറ്റിൽ വീണ മുള്ളൻ പന്നിയെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തി. പോളിടെക്നിക് കോളേജിന് സമീപം തെയ്യാമ്പുറത്ത് കുഞ്ഞുമോൻ ജിനീഷിന്റെ വീട്ടുപറമ്പിലെ കിണറ്റിലകപ്പെട്ട മുള്ളൻ പന്നിയെയാണ് ചാലക്കുടിയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുറത്തെടുത്തത്. ഇന്റർനാഷണൽ മൾട്ടി ലാംഗ്വേജ് അക്കാദമിയായ IML അക്കാദമിയുടെ 4ാമത് ബ്രാഞ്ച് പുത്തൻചിറയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് ജർമ്മൻ ഭാഷ പഠിക്കുന്നതിന് 50% ഫീസ് ഇളവും ഫ്രീ അക്കോമഡേഷനും നൽകുന്നു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.